സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മിയുടെ അടുത്ത് നടത്തിയ കരീം ഭായിയുടെ തകർപ്പൻ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം അയാൾ ദേവിജിയെ കാണാണ്. അയാൾ അലിഗയിൽ എത്തുന്നുണ്ട്. ദേവിജിയുമായിട്ട് ധനലക്ഷ്മിയെ കണ്ട കാര്യവും അതിനുശേഷം വരുണിനെ കണ്ട കാര്യവും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണനെ കണ്ട കരീം ഭായ് ധനലക്ഷ്മിയുടെ അടുത്ത് നടത്തിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദേവിജി കൃഷ്ണനെ പരിചയപ്പെടുത്തുകയും ഇവിടുത്തെ ചീഫ് ഡിസൈനറായ കൺമണി എന്ന കുട്ടിക്ക് വേണ്ടിയാണ് തന്നെ ഇക്കാര്യം ഏൽപ്പിച്ചതെന്നും അവൾ വളരെ പാവമാണെന്നും നല്ല കഴിവുകളുള്ള കുട്ടിയാണെന്നും മറ്റും ദേവിജി പറയുന്നുണ്ട് അയാളോട്. കൃഷും ആ കുട്ടിയും തമ്മിൽ സ്നേഹത്തിലാണെന്നും ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ദേവിജി പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം എന്നിട്ട് ആ കുട്ടി എവിടെ, നമ്മളൊന്ന് കാണട്ടെ, ആർക്ക് വേണ്ടിയാണ് ആ ജോലി ചെയ്തതെന്ന് നമ്മൾക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കരീം. പെട്ടെന്ന് കൃഷ് നാണിച്ച് തല താഴ്ത്തി കൺമണിയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിജി എല്ലാ കാര്യങ്ങളും കൺമണിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് കൺമണിക്ക് ആകെ സന്തോഷമാവാണ്. പിന്നീട് ഷൺമുഖൻ വക്കീൽ ബലരാമനെ കാണാനായിട്ട് എത്തുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം എടുത്ത് തരണം വക്കീലെ, എനിക്ക് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, എനിക്ക് വേഗം തന്നെ പുറത്തു പോകണം. എന്തിനാണെന്നറിയോ, 2 പേരെ കൊല്ലാൻ, എൻ്റെ അച്ഛനെയും അമ്മയെയും എന്ന് പറയുന്ന 2 പേരെ. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇത് ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. ഞാൻ ചെയ്തു തരാടോ, ജാമ്യം എടുത്തു തരാം, താൻ പുറത്തു പോയി അവരെ കൊന്നിട്ട് വാടോ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റോളാം, തനിക്ക് ഒരു ശിക്ഷയും കിട്ടാതെ നോക്കാൻ എനിക്കറിയാമെന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷൺമുഖൻ. പിന്നീട് മാനസ ആൻറ്റിയമ്മയെ കാണുകയാണ്. ആൻറ്റിയമ്മയെ, കൺമണിയുടെ നാശത്തിന് ഞാൻ തുടക്കമിട്ട് കഴിഞ്ഞു. കമ്പനിയിൽ നിന്നും കൺമണിയുടെ അമ്മായിമാരെ ഞാൻ പുറത്താക്കി. അങ്ങനെ അവളുടെ കരണത്ത് ആദ്യത്തെ അടിയടിച്ചു. ഇനി പുതിയൊരു ചീഫ് ഡിസൈനർ കൂടി വരുന്നതോടെ അവളുടെ പതനം പൂർത്തിയാകും. ഇനി തല പൊക്കാത്ത രീതിയിൽ അവളുടെ പത്തിയിൽ ഞാൻ അടിക്കും ആൻറ്റിയമ്മേ. കൃഷും കൂടി എൻ്റെ ഭാഗത്ത് നിന്നതോടെ എനിക്കിനി ഒന്നും പേടിക്കാനില്ല ആൻറ്റിയമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാനസ. അതെൻ്റെ സന്തോഷത്തിൽ അവർ ചിയേഴ്സൊക്കെ പറഞ്ഞ് ജ്യൂസ് കുടിക്കുകയാണ്. ആൻറ്റിയമ്മേ, എനിക്ക് ചിലപ്പോൾ തോന്നും അവളെ അങ്ങ് പച്ചയ്ക്ക് കത്തിക്കാലോ എന്ന് പറഞ്ഞ മാനസ പറയുന്നുണ്ട് കേട്ടോ ആൻറ്റിയമ്മയോട്. പിന്നീട് കൺമണി അലകയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കരീം ഭായ് തൻ്റെ ആളുകളുമായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ നോക്കി കൺമണി ചിരിച്ചപ്പോൾ അതാ ഓഫീസ് എന്നൊക്കെ പറയാണ് കേട്ടോ അയാൾ. അവിടെ ഒരിടത്ത് കൺമണി വരുണിനെ നോക്കി അനിരുദ്ധൻ പോലീസും നിൽക്കുന്നുണ്ട്. അയാൾ കൺമണിയെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന കരീം ഭായ് ഗുണ്ടകളോട് അനിരുദ്ധിനെ കാണേണ്ട രീതിയിൽ കാണാൻ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഗുണ്ടകൾ വേഗം ചെന്ന് അനിരുദ്ധിനെ വളയാണ് കേട്ടോ ചെയ്യുന്നത്.